നമസ്കാരം. അതിപുരാതനവും അത്യപൂർവമായ പരശുരാമ പ്രതിഷ്ഠയുള്ളതുമായ തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ നമുക്കൊരു പ്രദക്ഷിണം നടത്തി വരാം. വലിയ പരശുരാമ വിഗ്രഹത്തോടു കൂടിയ അലങ്കാര ഗോപുരം കടന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. പ്രധാന ഗോപുരത്തിലേക്കുള്ള വഴിയിൽ വലതുവശത്തായി ശ്രീ ഭഗവതിയും ശ്രീ ഉദയനാരുടെയും രണ്ട് ശ്രീകോവിലുകൾ സന്ദർശിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുരാതനമായ ആലും ആൽത്തറയും കാണുന്നു. ഇതിൻ്റെ വലതുവശത്തായി വലിയൊരു നെടുമ്പുര സ്ഥിതി ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ പിതൃതർപ്പണത്തിന് ശേഷം പിണ്ടം പക്ഷികൾക്കായി, അതായത് കാക്കകൾക്ക് കൊടുക്കുവാനായി വെച്ചിരിക്കുന്ന കുറേയധികം തറകൾ ഇടതുവശത്തായി നടയ്ക്ക് നേരെ നിർമ്മിച്ചിരിക്കുന്നു. അതിൽ വളരെയധികം പിണ്ടങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. പിതൃതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. വളരെയധികം ജനങ്ങൾ ഇവിടെ പിതൃതർപ്പണം നടത്താനായി സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രവുമാണ് തിരുവല്ലം ക്ഷേത്രം. തുടർന്ന് അല്പം വ്യത്യസ്തവും എന്നാൽ വളരെ മനോഹരവുമായ ക്ഷേത്ര ഗോപുരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇതിന് സമീപത്തായി ഒരു അധികം വലിപ്പമില്ലാത്ത തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള വ്യത്യസ്തതയാണ്. ഈ ക്ഷേത്രം എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും കരിങ്കല്ലിനാൽ നിർമ്മിച്ചിരിക്കുന്ന അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ്. പൂർണ്ണമായി കരിങ്കല്ലിനാൽ നിർമ്മിച്ചിരിക്കുന്ന ചുറ്റുമതിൽ നമുക്ക് ഒന്ന് കണ്ടുവരാം. ശ്രീകോവിലിന് നേരെ പടിപ്പുരാകൃതിയിലുള്ള മറ്റൊരു കവാടമാണിത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കിടക്കാം. അവിടെ അത്ഭുതകരമായി കരിങ്കല്ലിൽ പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്ന നാലമ്പലമാണ് ആദ്യമേ നമ്മൾ കാണുന്നത്. കരിങ്കല്ലിൽ തീർത്ത ഉപദേവ ക്ഷേത്രവും ബലിതർപ്പണത്തിനായി ഉപയോഗിക്കുന്ന കരിങ്കല്ലിൽ തീർത്ത ഒരു ഹോള് പോലുള്ള ഭാഗവുമാണ് നമ്മൾ കാണുന്നത്. മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ കാണുന്നത് ഒരു ഉപദേവ ക്ഷേത്രമാണ്. കൂടാതെ ഇവിടെ ഒരു നെല്ലിമരത്തിൽ വഴിപാടായി കുഞ്ഞ് തൊട്ടിലുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഉള്ളിലേക്ക് കടക്കുന്നിടത്ത് രണ്ട് ഗജപ്രതിമകൾ കരിങ്കല്ലിൽ തീർത്തത് സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഇടതുവശത്ത് കാണുന്ന മണ്ഡപത്തിലും അതിൻ്റെ തൂണുകളിലും കരിങ്കല്ലിലുള്ള മനോഹരമായ വിഗ്രഹങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നിന്നും ശ്രീകോവിലിൻ്റെ മുകളിലെ താഴികക്കുടം ദർശിക്കാൻ പറ്റുന്നു. ഇത് അസ്ഥികലശം നിമജ്ജനം ചെയ്യാനായുള്ള കടവാണ്. ഇവിടെയാണ് അസ്ഥികലശം നിമജ്ജനം ചെയ്യേണ്ടത്. ക്ഷേത്രത്തിന് പുറത്തായും ബലികർമ്മങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭക്തജനങ്ങൾ ബലിയിടുന്നുണ്ട്. ഇവിടെ അതിനായി പ്രത്യേക കടവും അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. ഇവിടെ ഒരു ചെറിയ നടപ്പാലത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഹനുമാന്റെ വലിയൊരു വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ബലിയിട്ട ശേഷം പിണ്ടം ഒഴുക്കാനായി കടവിലേക്ക് വരുന്ന ഭക്തജനങ്ങളാണിത്. ഇവിടെ സ്ഥിരമായി വളരെയധികം ആൾക്കാർ ബലിയിടുന്ന ഒരു പുണ്യസ്ഥലമാണ്.
പിണ്ടം സമർപ്പിക്കുന്ന കടവാണിത്. ഇവിടെ പിണ്ടം സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.